ചേച്ചി മൂത്താളെ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയണത്. കളറ് കുറവാണ്, താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇളയ മോളെ കണ്ടു, ഇളയ മോളെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇളയവളെയാണെങ്കിൽ ഓക്കെ ആലോചിക്കാന്ന് പറയുന്നുണ്ട്. ഇളയവളുടെ നടത്തിയാലോ? നീ എന്താ ജമീല ഈ പറയണത്? മൂത്തോളം നിർത്തി എങ്ങനെ ഇളകളെ കെട്ടിക്കും? മോശല്ലേ? ചേച്ചി ഞാൻ എന്ത് ചെയ്യാനാണ്? ചേച്ചിയുടെ മൂത്ത മകൾക്ക് എത്ര കല്യാണാചന കൊണ്ടുവന്ന് എല്ലാവരും നിറം കുറവാന്ന് പറഞ്ഞ് അങ്ങ് പോവുകയാണ്. ഞാൻ എന്ത് ചെയ്യാൻ? ഈ ആൾക്കാരുടെ അടുത്ത് കേട്ട് 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 മടുത്തു എനിക്ക്. ഓ, അതിനും മാത്രം നിറം കുറവൊന്നും എൻ്റെ മോക്കില്ല. പിന്നെ ഇളയവളുടെ അത്ര കളറില്ല, അത് ശരി തന്നെ. പക്ഷെ നല്ല ഐശ്വര്യമുള്ള മുഖമല്ലേ? അതൊക്കെ ശരിയാണ്. നിറത്തിലൊന്നും അല്ല കാര്യം, മനസ്സിലാണ് നല്ലതെന്നൊക്കെ അല്ലെങ്കിൽ സ്വഭാവത്തിലാണ് നല്ലതെന്നൊക്കെ പറഞ്ഞിരിക്കണ ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ എല്ലാവരും ഒന്നും അങ്ങനെ ആവണമെന്നില്ലല്ലോ. ഓ, അങ്ങനെ കളറിൻ്റെ കാര്യം പറഞ്ഞ് പോകുന്നവരാടെ അങ്ങോട്ട് പോട്ടെ. അല്ല പിന്നെ എൻ്റെ മോക്ക് ഇച്ചിരി നിറം കുറവാണ്, ശരി തന്നെയാണ്. പക്ഷെ അവൾക്ക് എന്തെങ്കിലും കുറവുണ്ടാ? ഐശ്വര്യമുള്ളൊരു മുഖമില്ലേ, നല്ല പഠിപ്പില്ലേ, ജോലിയില്ലേ? അതൊന്നും കാണാണ്ട് പുറം കളറിൻ്റെ കാര്യവും പറഞ്ഞിരിക്കുന്നവരാണ് അവിടെ ഇരിക്കട്ടെ. എൻ്റെ മോക്ക് വേണ്ട ബന്ധം. വേണ്ടാന്ന് വയ്ക്കാനൊക്കെ വലിയ എളുപ്പമാണ്. ഇപ്പം തന്നെ ചേച്ചിയുടെ മൂത്ത മോൾക്ക് എത്ര വയസ്സായി? 10-28 വയസ്സായി. ഇപ്പം കൂടി ഇത് കിട്ടിയില്ലെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞാൽ രണ്ടാം കെട്ടുകാരെ കിട്ടുള്ളൂ. ഒന്നാം കെട്ടിനൊന്നും കിട്ടില്ല. നീ എന്ന് വർത്താനേ പറയണത്? അങ്ങനെയൊന്നും പറയല്ലേ ജമീല. ചേച്ചി വിഷമിക്കാണ്ടിരിക്കും. അവൾക്ക് പറ്റിയൊരു പയ്യനെ ഞാൻ എവിടെന്നേലൊക്കെ ഒപ്പിച്ചോണ്ട് വരാം. നോക്കട്ടെ. ഈ ഞായറാഴ്ചക്ക് വല്ല പെണ്ണ് കാണാൻ പറ്റുമോന്നേ, ഒരു പയ്യനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കട്ടെ ഏട്ടാ ഞാൻ. ശരി എന്നാ. ശരി. ചേച്ചി വഴിച്ചെലവിൽ എന്തേലും. ശരി എന്നാട്ടാ. ഞാൻ പെട്ടെന്ന് തന്നെ കൊണ്ടുവരണതിന്. ശരി. എന്താ അമ്മ പുള്ളിക്കാരി പറഞ്ഞേ? അത് പിന്നെ മോളെ അമ്മ പറയാൻ കിടന്ന് കഷ്ടപ്പെടണ്ട. അവർക്കും എന്നെ ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അല്ല, അതല്ല, അവരാലോചിക്കാന്ന് പറഞ്ഞു. അമ്മ വെറുതെ നുണ പറയാൻ കിടന്ന് കഷ്ടപ്പെടണ്ട. അന്നേ എനിക്ക് മനസ്സിലായതാ. അപ്പം അതിൻ്റെ നിപ്പും പെരുമാറ്റവും അതുപോലെ പുള്ളിയുടെ അമ്മയുടെ ഒരു നോട്ടമൊക്കെ കണ്ടപ്പോഴേ മനസ്സിലായി ഇതെന്തായാലും എന്നെ ഇഷ്ടപ്പെടാൻ പോകില്ല. പക്ഷെ സാരില്ല. നീ വിഷമിക്കാതിരിക്കും മോളെ. ഇപ്പം തന്നെ ഈ കളറിൻ്റെ കാര്യവും പറഞ്ഞ് ഇങ്ങനത്തെ വർത്താനം പറയുന്നവരാണെങ്കിൽ നീ അബദ്ധവശം ഈ കല്യാണം കാലം നടന്നിരുന്നെങ്കിൽ ജീവിതകാലം മൊത്തം കേൾക്കേണ്ടി വരുന്നേനെ. അത് പോയത് നന്നായി മോളെ, അല്ലേ? എത്രയൊക്കെയായാലും ഇടയ്ക്ക് ഞാനങ്ങനെ ആലോചിക്കും, ഈ നിറത്തിൽ കാര്യമൊന്നുമില്ല, എന്നാലും എനിക്ക് മാത്രം തമ്മ ഇങ്ങനെ ആയിപ്പോയേ. എൻ്റെ കൂടെ പഠിച്ച പിള്ളേരുടെയൊക്കെ കല്യാണം കഴിഞ്ഞു. ഗ്രൂപ്പിലൊക്കെ, വാട്സപ്പ് ഗ്രൂപ്പിലെ പിള്ളേർക്കൊക്കെ ചർച്ചയ്ക്കൊരു വിഷയമാണ് എൻ്റെ ഇത്. ഓരോ പ്രാവശ്യം പെണ്ണ് കാണാൻ വരുമ്പോഴും പിള്ളേർ ചോദിക്കും, ഇന്നെന്തായി, ഇഷ്ടപ്പെട്ടോ? എവിടെ, എല്ലാം മുടങ്ങിപ്പോവും. എൻ്റെ മോളെ, നീ ഇങ്ങനെ മനസ്സ് വിടല്ലേ. നിനക്ക് ദൈവം വിധിച്ച പയ്യൻ നിൻ്റെ മുന്നിൽ എത്തിയിട്ടില്ല, അത് തന്നെയാണ് കാര്യം, വേറൊന്നുമല്ല. പിന്നെ ഈ നിറത്തിൽ മാത്രം ഒന്നും നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരല്ല എല്ലാവരും. ഇന്നത്തെ കാലത്ത് ഈ നിറമൊന്നും നോക്കാത്ത ഒത്തിരി പേരുണ്ട്. അങ്ങനെ ആരെങ്കിലും വരും. നീ വിഷമിക്കാണ്ടിരിക്കും, നിൻ്റെ പയ്യൻ വരണേ ഉള്ളൂ. ശരിയാ, പക്ഷെ ഇപ്പം തന്നെ 17-18 പേരായി പെണ്ണ് കാണാൻ പറ്റും. എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ കോമാളിയെ പോലെ നിൽക്കുക അവിടെ പോയിട്ട്. അവരിങ്ങനെ ഇത് നിറം കാണുമ്പോൾ, എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ ഒരു വൃത്തിയായിട്ട് നോട്ടമാണ് നോക്കുന്നത്. അമ്മ ബ്രോക്കറോട് പറഞ്ഞേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മതി. 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ടായാലും മതി. എനിക്ക് വയ്യ ഇതിനൊക്കെ നിൽക്കാൻ. എന്താണ് കണ്ണാടി നോക്കി ഒരു പെറുപിറുക്കല്? ഒന്നുമില്ല. ഞാനറിഞ്ഞു ആ കല്യാണാലോചനയും മുടങ്ങിപ്പോയല്ലേ. ഈ പോക്കാണെങ്കിൽ എൻ്റെ കല്യാണം കഴിഞ്ഞാലും ചേച്ചിയുടെ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. എന്നാലും ഞാൻ ആലോചിക്കും, ചേച്ചിക്ക് മാത്രം എങ്ങനെ നിറം കുറഞ്ഞു പോയത്? അച്ഛനും അമ്മയ്ക്കും എനിക്കൊക്കെ നല്ല നിറമുണ്ട്, ചേച്ചി മാത്രം ഇങ്ങനെ പറ്റും. നമ്മുടെ അച്ഛമ്മേടെ പോലെ. അത് തന്നെ, അച്ഛമ്മയുടെ കൂട്ടായിരിക്കണേ. അച്ഛമ്മേച്ചി രാത്രി കണ്ടാടല്ലോ പേടിയാവും. ചേച്ചിയെ പോലെ തന്നെയാ. ചേച്ചി ഇടയ്ക്ക് കാണാൻ പേടിയാറുണ്ട്. വെറുതെ പുച്ചിക്കലടി, നിന്റെ കളിയാക്കൽ കുറച്ച് കൂടുന്നുണ്ട്. നിനക്കങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. കേൾക്കണവർക്ക് എന്തൊരു വിഷമമുണ്ടെന്ന് നീ ചിന്തിക്കുന്നില്ല. അതിന് ഞാൻ വേണ്ടാത്തൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ ചേച്ചി വേറൊരു കാര്യം അറിഞ്ഞായിരുന്നോ? ചേച്ചി വേണ്ടാന്ന് പറഞ്ഞ ആ പയ്യനുണ്ടല്ലോ, ആ പയ്യന് എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടത്. അപ്പം ഞാനാണെങ്കിൽ, അത് അനിയത്തിയാണെങ്കിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞത്. അമ്മയോട് ബ്രോക്കർ പറഞ്ഞ ഞാൻ കേട്ടതാ. നിനക്കിഷ്ടമായെങ്കിൽ നീ കെട്ടിക്കോടി. ഓ, ചേച്ചിക്ക് ദേഷ്യം വന്നു തോന്നുന്നു. എൻ്റെ ചേച്ചി എനിക്ക് ഇച്ചിരി സൗന്ദര്യം കൂടി പോയത് എൻ്റെ തെറ്റാണോ? ഓ, പുറത്തെ നിറം മാത്രമേ നിനക്കുള്ളൂ, അകം നിറച്ച് വിഷമാണ്. ചേച്ചി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല.
ചേച്ചി ഒരു കാര്യം ചെയ്യും, യൂട്യൂബിലോ എവിടെയെങ്കിലൊക്കെ നോക്കിയിട്ട് കുറച്ചുകൂടി വെളുക്കാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകളൊക്കെ മിക്സ് ചെയ്ത് മുഖത്ത് വാരി തേക്കാൻ നോക്കുക. എന്നിട്ട് കുറച്ചുകൂടി വെളുക്കാൻ നോക്ക്. അല്ലാണ്ട് ഇങ്ങനെ ഈ കോലത്തിലൊക്കെ ഇരുന്ന് ഒരു പട്ടികുറുക്കം പോലും തിരിഞ്ഞു നോക്കില്ല കേട്ടോ. അല്ലെങ്കിൽ ഈ കോലത്തിൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം ഈ വീട്ടിൽ തന്നെ മൂത്ത് നരച്ചിരിക്കും. അതാണ് പറഞ്ഞത്. എന്തെങ്കിലും കുറച്ചൊക്കെ തേച്ച് വെളുപ്പിക്കാൻ നോക്ക് കേട്ടോ. അമ്മ എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്നേ? മീനാക്ഷിയുടെ കാര്യം ഓർത്തിട്ടാ. മിനിങ്ങാന്നും കാണാൻ വന്നവരും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോയി. അവൾക്കാണെങ്കിൽ നല്ല വിഷമമുണ്ട്. അതിന് ഞാൻ ചേച്ചിയെ മാത്രമേ കുറ്റം പറയുള്ളൂ. ഇന്നത്തെ കാലത്ത് എല്ലാവരും മോഡേൺ ആയിട്ട് കുറച്ചുകൂടെയൊക്കെ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് നടക്കാനും നോക്കുക. ചേച്ചിയൊക്കെ ഒരു ഫാഷൻ സെൻസ് ഉണ്ടോ? ഒന്നുമില്ല. ഒരു ബ്യൂട്ടി സെൻസും ഇല്ല. ഞാനൊക്കെ ഇത്രയും നിറം ഉണ്ടായിട്ട് പിന്നെയും നിറം കൂട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്ത് കൂട്ടണമെന്ന് അറിയാം. ചേച്ചി എന്തെങ്കിലും ചെയ്യോ? പിന്നെ എങ്ങനെ ആൾക്കാർക്ക് ഇഷ്ടമാവുന്നത്? അങ്ങനെ പറയലടി മോളെ, ഓരോരുത്തർക്ക് ഓരോ രീതിയല്ലേ. ചിലർക്ക് ഇങ്ങനെ നടക്കാനൊക്കെ ഇഷ്ടം. അവളുടെ ഇഷ്ടത്തിന് അവൾ നടക്കട്ടെ. അതുകൊണ്ട് ആരും തിരിഞ്ഞു നോക്കാത്തത്. മതി നിന്റെ അധിക പ്രസംഗം. നിനക്ക് ഈയിടെ ബാക്കിച്ചിരി കൂടുന്നുണ്ട്. ആരോടെ എന്താ പറയണ്ടെന്ന് നമുക്ക് അറിയില്ല. ഓ എന്താ മീനു നോക്കണേ? അമ്മ, ആ ഗ്ലാസിൻ്റെ ഒരു പാത്രം ഉണ്ടായിരുന്നില്ലേ, ഒരു ഡിസൈനൊക്കെ ഉള്ള, അതെന്തേ? അതാ ഷെൽഫിലിരിക്കുന്നുണ്ട്. എന്തിനാപ്പം അത്? ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നു, അതിൽ കുറച്ച് ഇങ്ങനെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മുഖത്തെ ടാന് കുറയുമെന്ന് പറഞ്ഞിട്ടേ. അതിൻ്റെ ചേച്ചിയുടെ മുഖത്ത് പ്രത്യേകം ടാനൊന്നും അറിയുന്നില്ല. മൊത്തം നിറമൊന്നുമില്ലല്ലോ. പിന്നെ ടാനായിട്ട് അങ്ങനെ എടുത്തു കാണാനൊന്നുമില്ല. നീ എന്താ ഈ പറയുന്നേ? എൻ്റെ അമ്മ, ചേച്ചിയുടെ ഇമ്മ അഭിനയം കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നത്. ഞാനിപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞിട്ട് വന്നേ ഉള്ളൂ, ചേച്ചി എന്തെങ്കിലുമൊക്കെ വാരി തേച്ച് മുഖം ഒന്ന് വെളുപ്പിക്കാൻ. എന്നാൽ ഇവിടെ വന്നാൽ അതൊക്കെ പറഞ്ഞാൽ പോരെ? ശരിയാ, ഞാൻ മുഖത്ത് തേക്കാൻ തന്നെ പോവാം. അതിന് നിനക്കെന്താ? എനിക്കൊന്നുമില്ല. എൻ്റെ പൊന്നി ചേച്ചി എന്തൊക്കെ വാരി തേച്ചാലും മുഖത്ത് വെളുക്കാൻ പോണില്ല. അതിനൊരു ഇതുണ്ട്, കുറെ കാണിക്കൂട്ടൽ. ഞാൻ എന്തെങ്കിലും പറഞ്ഞ വഴിക്ക് അങ്ങോട്ട് തേക്കാൻ നിന്ന് വിശ്വസിച്ചോ? വെളുക്കൊന്നുമില്ല. നോക്കണ്ട, കാക്ക വിളിച്ചോ കൊക്കാവോ? എൻ്റെ ചേച്ചി എൻ്റെ കല്യാണം കഴിഞ്ഞാലും ചേച്ചി ഇവിടെ മൂത്ത് വരച്ച് നിൽക്കാനേ പോകുന്നുള്ളൂ. ചേച്ചിനെ കെട്ടിക്കൊണ്ട് പോകാൻ ആര് വരാനാ? പിന്നെ എൻ്റെ കല്യാണം എത്രയും വേണം നടത്തണം. നിർത്തറി, എന്ത് വർത്താനാണ് നീ പറയുന്നത്? അവള് വായി തോന്നി അങ്ങോട്ട് പറയുന്നത്. എന്തും അങ്ങ് എല്ലാവരെയും കുറിച്ച് പറയുന്ന നിനക്ക്. സ്വന്തം കൂടപ്പുറപ്പിനെ കൂട്ടി ഇങ്ങനെ പറയുമ്പോൾ നിനക്ക് എന്ത് മനസ്സാക്ഷി ഇതിൻ്റെ? അവള് വർത്താനം വന്നേക്കുന്നു. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഒരു കാര്യം നീ മനസ്സിലാക്കിയോ? മീനാക്ഷിയുടെ കല്യാണം കഴിയേണ്ട നിന്നെ ഈ വീട്ടിൽ നിന്ന് കെട്ടിച്ചുകൊണ്ടൊന്നും നീ ചിന്തിക്കണ്ട. അങ്ങനത്തെ വ്യാമോഹം വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മനസ്സിൽ വെച്ചാൽ മതി. ഇനി മേലോരമ്മ ഒരു വർത്തനം പറഞ്ഞ തോട്ടം അടിച്ച് പൊട്ടിക്കുക. അവള് വർത്തമാനം പറഞ്ഞാൽ വന്നേക്കുന്നത്. അടങ്ങ് കേട്ടോ. നീ ഒന്നും കൂടപ്പുറപ്പിനെ കൂട്ടി ഇങ്ങോട്ട് പറയുക അങ്ങോട്ട് വായി തോന്നി അങ്ങോട്ട് കൊട്ടിച്ചോറും തെരിഞ്ഞ് ദേഷ്യം വന്നുണ്ടോ? ഹലോ ചേച്ചി, ഞാൻ അതെ, കഴിഞ്ഞ 20 ഒരു കൂട്ടരെ കൊണ്ട് വന്നില്ലേ, ഒരു വക്കീല് പയ്യൻ. ആ പയ്യന് നിങ്ങളുടെ മോളെ ഇഷ്ടപ്പെട്ടു പറഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ അവർ ബന്ധുക്കളെയും കൊണ്ട് ഒരു ദിവസം വരട്ടേന്ന് ചോദിച്ചു. അയ്യോ, നല്ലൊരു പയ്യനായിരുന്നു. അതെ, അവരൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ശരിയാ. ഞാനന്ന് അച്ഛനോട് ചോദിക്കട്ടെ കേട്ടോ, എന്നിട്ട് ഞാനങ്ങ് വിളിച്ചു പറഞ്ഞാൽ മതിയോ? മതി, വിളിക്കണേ. ശരി. മോളെ, ആ പയ്യനെ എന്നെ ഇഷ്ടപ്പെട്ടെന്ന്. എടി, വക്കീല് പയ്യല്ലേ? ആ ഒരു 3 ആഴ്ച പിന്നെ കാണാൻ വന്നേ. അച്ഛനും അമ്മയും ഒരു പെങ്ങളൊക്കെ കൂടി കാണാൻ വന്നേ. ഇച്ചിരി ഹൈറ്റിലുള്ള ആ പയ്യനെ എന്നെ ഇഷ്ടപ്പെട്ടെന്ന്. ബ്രോക്കറെ വിളിച്ച് പറഞ്ഞെന്ന്. നമ്മുടെ നമ്പറൊക്കെ ആയിട്ട് ഇത് പോയി ബ്രോക്കറെ വിളിച്ച് പറഞ്ഞെന്ന്. എന്നാ ഇങ്ങോട്ട് കാണാൻ വരണ്ടേന്ന് ബന്ധുക്കളെയും കൂട്ടി. ആണോ? ഞാൻ പറഞ്ഞില്ലേ മോളെ, നിന്നെ അംഗീകരിക്കുന്ന ദൈവം നിനക്ക് വിളിച്ച പയ്യൻ നിനക്ക് എന്തായാലും കിട്ടാതിരിക്കില്ല. ആരൊക്കെ എന്തെങ്കിലും പറഞ്ഞാലും നിനക്ക് വിളിച്ച പയ്യൻ നിന്റെ തന്നെ വന്നെത്തി. കണ്ടോ? ഞാൻ എന്തായാലും അച്ഛനോട് പറയട്ടെ. അച്ഛന് വലിയ സന്തോഷം. കേട്ടല്ലോ, ചെക്കനെ വക്കീല്. വക്കീലോ? ഇത്ര അല്ല ആലോചനൊന്നും. ഇത്രയൊന്നും പുച്ഛിക്കണ്ടായിരുന്നു.